അപ്പോൾ ഇന്ന് ഉള്ളി സാമ്പാറിന് വേണ്ടിയിട്ടുള്ള തലേന്നത്തെ ഒരുക്കങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളി എടുത്തിട്ട് അതിൻ്റെ തോലൊക്കെ പൊക്കി വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നാളത്തേക്ക് എളുപ്പത്തിൽ ഉള്ളി സാമ്പാറിന് ഉണ്ടാക്കാമല്ലോ. നാളെ ഇഡ്ഡലിയാണ്. അപ്പോൾ ഞാൻ തോല് പോക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഉള്ളി കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് തോല് പോക്കാൻ വേണ്ടിയിട്ട്. ഇത് തലേന്ന് എടുത്ത വ്ളോഗാണ്. ഉള്ളി സാമ്പാർ ഉണ്ടാക്കുന്നതിന് തലേ ദിവസം എടുത്ത വ്ളോഗാണ്. അതാണ് തോലൊക്കെ പോക്കി വെക്കുന്നത്. അതിനെ രാവിലെ വേഗം ഉണ്ടാക്കാമല്ലോ. അപ്പം അമ്മനെ ഹെൽപ്പ് ചെയ്യണം തലേന്ന്. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് തോലൊക്കെ പോക്കി വെക്കുന്നുണ്ട് പിറ്റേ ദിവസത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉള്ളിനെ ക്ലീൻ ചെയ്ത് ഒക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും ഉള്ളിയെടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചു. ഉള്ളീൻ്റെ തോല് നമ്മൾ ചെടിക്ക് വേസ്റ്റായിട്ട് വളമായിട്ട് ഇടുകയാണ് ചെയ്യുക. ഉള്ളി എത്ര ഇടുന്നോ അത്രയും ഉള്ളി സാമ്പാറിന് ടേസ്റ്റ് കൂടുക ചെയ്യുക. ഞാനിവിടെ ഒരു വെല്ലുള്ളി ഒന്നും കൂടി എടുത്തിട്ടുണ്ട്. ഞാനത്ര പറഞ്ഞല്ലോ, ഉള്ളി എത്ര ഇടുന്നോ ഉള്ളി സാമ്പാറിന് ടേസ്റ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ അത് ഉള്ളി കഴുകി വെച്ചിട്ടുണ്ട്. കഴുകി ഉണക്കാൻ വെച്ചതാണ്. അപ്പോൾ നാളെ ഇഡ്ഡലിക്കുള്ള ആട്ടി ഒക്കെ സെറ്റാക്കി വെക്കണം നമ്മൾ. താങ്ക് യു. ഇത്രയല്ലേ കേട്ടോ.